നമസ്കാരം. നമസ്കാരം. ഇതാരാണ് പുതിയൊരു അതിഥി? പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. അയാളെ പറ്റി ഒന്ന് പറയാമോ? ഇതെന്റെ പേഴ്സണൽ ബോഡി ഗാർഡാണ്. മാസം 35,000 രൂപ മുതൽ 40,000 വരെ ഞാൻ കൊടുക്കുമെന്നാണ് പുള്ളി പറയുന്നത്. കൊടുക്കുന്നുണ്ട്. ഡെയിലി വേജസും ഉണ്ട്. 10,000 രൂപ. 30,000 രൂപ തരാറുണ്ടോ? എന്തിനാണ് ബോഡി ഗാർഡ് എപ്പോഴും വരാതിരിക്കും? എനിക്ക് പല രീതിയിലുള്ള വധഭീഷണി നേരിടുന്നുണ്ട്. സൈബർ അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോഡി ഗാർഡ് എപ്പോഴും വേണം. പ്രശ്നം ഉണ്ടാവാറുണ്ടോ? എവിടെയെങ്കിലും ചെന്നപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബോഡി ഗാർഡ് ഇല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്ത് മാറിയിട്ടുണ്ട്. കാരണം എന്നാൽ അർത്തിങ്കപ്പള്ളി പോയപ്പോൾ ബസ്സിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ മറികടന്നു ഓട്ടോറിക്ഷ പോയപ്പോൾ രക്ഷപ്പെട്ടു. ബോഡി ഗാർഡ് ഇല്ലാത്ത സമയത്ത് ആൾക്കാർ മേത്തേക്ക് കയറാൻ വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, മറ്റേ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴേ ചില സമയത്ത് ബസ്സിൽ ട്രാവലിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ ഇരിക്കുമ്പോഴേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം മറ്റേ നമ്മൾ ഉന്തിയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം മറ്റേ നമ്മൾ അറിയാണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് ടച്ച് എന്ന് പറയാൻ പറ്റൂലല്ലോ. മനസ്സിലായോ? കാരണം നമ്മൾ ഇങ്ങനെ മുട്ടിയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീകളുടെ മേത്തോടി മുതുകത്തെ. മനസ്സിലായി? ടച്ച് ചെയ്തിട്ട് സ്ത്രീകൾ ഇവനാണ് മുട്ടണത്, ഇവനല്ല. കാരണം നമ്മൾ തിരക്കുള്ള ബസ്സിലേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് ടച്ച് ചെയ്യേണ്ടി വന്നു, അറിയാണ്ട് കൊണ്ടതാ. അപ്പം അത് ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ടായി. ആൾക്കാരൊക്കെ തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. ഇറക്കിയിട്ടില്ല, എന്നാലും അങ്ങനെയൊക്കെ ആൾക്കാർ കൂവുന്നതൊക്കെ. പിന്നെ ഇങ്ങനെ തിരക്കുള്ള ബസ്സിൽ പുറത്തേക്ക് ഇറങ്ങണ്ടേ. പിന്നെ മനസ്സിലായി. ഇപ്പൊ ഈ ബോഡി ഗാർഡ് 30,000 രൂപ കൊടുക്കാനായിട്ട് ഈ പരേരയ്ക്ക് ഇപ്പൊ വരുമാനം എത്ര കിട്ടുന്നുണ്ട്? അതിന് ഒരു ദിവസം ഏണിങ്സ് 10,000 മുകളിലുണ്ട്. മൺഡേ 10,000 5,000 10,000 മാറി ഒരു ദിവസം. അപ്പൊ ഒരു മാസം എത്ര കിട്ടും? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ചിലവായി പോണേല്ലേ. ചില സമയങ്ങളിൽ ഒരു 5 വരെ വരാറുണ്ട്, 5 ലക്ഷം രൂപ വരെ മേളിൽ വരാറുണ്ട് ചില സമയങ്ങളിൽ. ശരിയാ. ചില മാസങ്ങൾ പെരേര പൈസ കൂട്ടുന്നു എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ പെരേരക്ക് അതുപോലെ ചെലവുണ്ട്. മനസ്സിലായോ? എനിക്ക് 35,000 തന്നെ. ഇവന്റെ മറ്റേ കോസ്റ്റ്യൂം ഭയങ്കര വില കൂടിയ കോസ്റ്റ്യൂമാണ് ഇവൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കുറെ ആരാധകരായാലും ഒരുപാട് പേരും പ്രോഗ്രാമിന് വിളിക്കുന്നവരും പറയുന്നുണ്ട് പെരേര പൈസ കൂട്ടുന്നു. പെരേരക്ക് അതേപോലത്തെ ചെലവുണ്ട്. അതുകൊണ്ട് അഭിലാഷാട്ടത്തിന് 300 രൂപ കൊടുക്കണം. പുള്ളിയുടെ കിടക്ക് പൊടിയാട്ടിട്ട് നിൽക്കുമ്പോ പുള്ളി പൈസ മേടിച്ചിട്ട് പോകാറുണ്ട്. എന്റെ ഇത് പൈസ മേടിക്കാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ പണിയെടുത്ത പൈസ മേടിക്കണത്. കാരണം പുള്ളി ഓട്ടോ ഓടിക്കുന്നുണ്ട്, എന്നെ ആക്കുന്നുണ്ട്. ആട്ടയം അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കൂടെ കിടക്കും. ഇപ്പൊ തൽക്കാലം വിട്ടുവെന്ന് തന്നെ പറയാം. കാരണം ഇപ്പൊ പുള്ളിക്ക് അറിയിച്ച് എന്റെ ഒപ്പം റീച്ച് കിട്ടി നിൽക്കുന്ന പുള്ളിക്ക 2 വീക്കിലായിട്ട് നിൽക്കുന്നു. എന്റെ പേര് വിഷ്ണു. ഫുൾ നെയിം പറയും. ഇൻസ്റ്റാഗ്രാം വിഷ്ണു കൊച്ചിക്കാരൻ എന്നാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ 10-30 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവിടെ പോയപ്പോൾ എന്താണ് അനുഭവം? അപ്പൊ ഈ 30 സിനിമകളിൽ നമ്മളിപ്പോ സിനിമയിൽ അഭിനയിച്ചത് ആരും തിരിച്ചറിയണില്ല. ഒരാൾ നല്ലൊരു വേഷം തരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ മീഡിയയിൽ വന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് അറിയുന്നുണ്ട്. നമുക്ക് നമ്മളടുത്ത് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രോഗ്രാമിന് വിളിക്കുന്നുണ്ട്. അതായത് സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളാരും അറിയണമില്ല, ഒന്നുമില്ല. നല്ലൊരു വേഷം വിളിച്ചു കഴിഞ്ഞില്ല. ഒരുപാട് നടന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നെഞ്ചത്തിൽ പിടിച്ചിട്ട് അവരുടെ കൂടെയുള്ളവർ പിടിച്ച് തള്ളുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാനും പിടിക്കാനും നിന്നിട്ടില്ല. കാര്യം സിനിമയിൽ ചെന്നിട്ട് എനിക്ക് വലിയ റീച്ചും ഉണ്ടായില്ല. ഒരുപാട് അപമാനങ്ങൾ മാത്രം ഉണ്ടായുള്ളൂ. നല്ല വേഷം ചോദിക്കുമ്പോഴൊക്കെ അവരെ ആക്ഷേപിച്ച് വിട്ടിട്ടേ ഉള്ളൂ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പം മീഡിയാസിൻ്റെ മുമ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന മീഡിയാസിനോടാണ്. കാര്യം അവരാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയത്. ഒരു 10 പേര് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അലൻ ജോസ് പ്രത്യേകം എനിക്ക് നന്ദി പറയാനുള്ള ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്നിച്ചതാണ്. അങ്ങനെ ആള് ഫസ്റ്റ് ഇതിനകത്തേക്ക് റിവ്യൂവിലേക്ക് വന്ന് രണ്ടാമത് എൻ്റെയും കൂടി ചേർത്തവൻ കൂടെ നിർത്തിയേക്കണേ. രണ്ടാമതെല്ലാം ഒരു മൂന്നാമതെന്ന് തോന്നും. ഫസ്റ്റ് ഇയർ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അഭിലാഷാട്ടെ മൂന്നാമത്. എന്തായാലും ഞാൻ പറയാം എന്നെ ചേർത്തെന്നാ പറഞ്ഞത്. നീ എത്രാമത്തെ ആളെന്നല്ല പറഞ്ഞത്. അപ്പൊ നീ ഇവനെന്നെ കൂടെ ചേർത്ത് നിർത്തി. അതായത് ഇവനും അനുഭവിച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എന്താണ് അനുഭവം. കേരവന്റെ അടുത്ത് ചെന്നിട്ട് ഇവനെ തലക്കെട്ടടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും ഇവനുണ്ട്.
നമുക്കില്ല. ഇവനും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തിട്ടില്ല. ക്യാരവന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്യാരവന്റെ ഉള്ളിൽ കയറാൻ നോക്കിയപ്പോഴല്ല, ക്യാരവന്റെ സൈഡിൽ നിന്നൊരു നടന്മാരോട് സെൽഫി എടുത്തപ്പോൾ ഉന്തിപ്പുറത്താക്കാൻ നോക്കുക, അങ്ങനെയുള്ള സംഭവം. അത് പിന്നെ എനിക്കും ഉണ്ടല്ലോടാ. നമ്മള് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, സീരിയലൊക്കെ നല്ല ഡയലോഗുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അവസാനം സൂപ്പർ കൺമണി കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വേഷമാണ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡയലോഗുള്ള വേഷം. പക്ഷെ നമ്മൾ അംഗീകരിക്കണല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ നമ്മൾ ഒരുപാട് പേര് അംഗീകരിക്കുക. സിനിമയിൽ തങ്ങളെ കാണിച്ചാൽ കണ്ടത് സിനിമയിൽ അത് ഈ പുണ്യാളൻ ഇപ്പൊ അനുശ്വരാജന്റെ കൂടെ 3ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തേത് വാങ്ക്, 2ാമത്തേത് രേഖാചിത്രം. രേഖാചിത്രത്തിൽ കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പുണ്യാളനിൽ പടം തുടങ്ങുമ്പോ എന്നെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതെ അതെ അതെ, വലകെട്ടുകാരൻ, ഇതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ, രേഖാചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വേഷങ്ങൾ വിളിച്ച് തരുന്നില്ല. ഒരുപാട് ഡയറക്ടറിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ പുച്ഛമാണ്. ഒരുപാട് ഡയറക്ടറും സിനിമാ നടന്മാരെയും വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്കൊക്കെ ഇപ്പൊ എന്നെ അറിയാം, പേഴ്സണലി എന്നെ അറിയാം. പക്ഷെ അവരുടെ സിനിമ ലൊക്കേഷൻ ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു കൂടെ നിർത്തി ഒരു ചെറിയ സീൻ ചെയ്യാൻ അവർക്ക് ഭയങ്കര നാണക്കേടാണ്, ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അവരുടെ കൂടെ നിന്ന് നമ്മൾ പരിഭവം പറയാനൊന്നും നിന്നിട്ടില്ല. പക്ഷെ പേഴ്സണലി അവരുടെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ. പല സിനിമാ നടന്മാരെ, പല സ്ക്രിപ്റ്റ് റൈറ്ററും, പല പല കഥ എഴുതുന്ന പ്രൊഡ്യൂസർമാരും എല്ലാവർക്കും മിക്കവർക്കും അറിയാം. പക്ഷെ അവരുടെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ, സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരുടെ മുഖം വേറെയാണ്. കാരണം ഞാൻ ഈ 1.5 ലക്ഷം രൂപ കൊടുത്ത് പോയി പഠിച്ച ഒരാളാണ്. ഈ ആക്ടിങ് ലാബിൽ പോയി പഠിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച ഒരാളാണ് അങ്കമാലി ഒരു സ്ഥലത്ത്. അപ്പൊ അവിടെ പോയി പഠിച്ചിറങ്ങിയ ഒരാൾക്ക് പഠിക്കാനായിട്ട് എല്ലാവരും വിളിക്കും. പക്ഷെ പഠിച്ചിറങ്ങി അവർ സിനിമ ചെയ്യുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഒരു പുച്ഛൊരി, അയ്യോ നമ്മ ഇത്രയും പൈസ കൊടുത്താണ് നമ്മളവിടെ പഠിച്ചത്, ആ ഒരു കൺസെഷൻ പോലും നമുക്ക് തരില്ല. ഇപ്പൊ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കാണിക്കൊണ്ട് റീച്ചായി. ഡയലോഗുള്ള വേഷം ഇപ്പൊ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ നല്ലൊരു വേഷമാണ് ചെയ്തത്. വിനയം ചെയ്തത് രാകേഷ് കൃഷ്ണ സ്ക്രിപ്റ്റ് ചെയ്ത പടം തയ്യൽ മെഷീൻ. നായിക കിച്ചു ടെല്ലസ് നായകൻ. അപ്പൊ നല്ലൊരു വേഷമാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ തന്ന വേഷമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ട് മാത്രമല്ല. ക്യാഷ് കിട്ടിയിരുന്നു? ക്യാഷ് അല്ലടാ, അത് ഫ്രണ്ട്ഷിപ്പാണത്. ക്യാഷിന്റെ ഞാൻ ചോദിച്ചില്ല. കാരണം നമ്മളൊരു ഡയലോഗുള്ള വേഷം വേഷങ്ങൾ ചെയ്യാനാണല്ലോ നോക്കേണ്ടത്. അലിൻ ജോസിന്റെ കൂടെ നടന്നതിന് ശേഷം വീട്ടിലും നാട്ടിലൊക്കെ എന്താണ് ഇപ്പൊ പറയാറ്? അലിൻ ജോസിനോട് നടന്ന ശേഷം എൻ്റെ അടുത്ത് ആരും ഒന്നും അങ്ങനെ പോഴം കളിക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആരുടെ അടുത്ത് അങ്ങനെ പോഴം കളിച്ച് നിൽക്കണ ആളല്ല. എൻ്റെ അവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവറായിട്ട് നമ്മൾ ഈ ഇതിൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പൊട്ടത്തരം പോലെയല്ല. ആളുടെ അടുത്ത് നേരിട്ട് വരുമ്പോൾ ആള് ഞാൻ വേറെയാണ്. അത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം. അത്യാവശ്യം ഞാൻ ചെറിയൊരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം തിരിച്ച് പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ ഈ ആളുടെ അടുത്ത് പോഴം കളിക്കുന്ന പോലെ എൻ്റെ അടുത്തൊന്നും പോഴം കളിക്കാറില്ല. ഈ ഗുണ്ട എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ കമന്റ് ബോക്സിൽ, അലിൻ ജോസിന്റെ ഗുണ്ട. ഗുണ്ട അത് പറഞ്ഞോട്ടെ, എന്തുകൊണ്ടേ പറഞ്ഞു. ശരിക്കും റിയൽ ലൈഫിൽ ഗുണ്ടായിസം ഉണ്ടോ? റിയൽ ലൈഫിൽ ഗുണ്ടായിസം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 വരെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കാര്യം വലിയ രീതിയിലാണോ? അല്ല, ഫിനാൻസ് ഓഫീസിലായിരുന്നു ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നത്. അതായത് വണ്ടി പിടുത്തം. 2017 നിർത്തലാക്കി കോടതി നിയമം അനുസരിച്ച്. അതോടെ പിന്നെ ആ ഫീൽഡ് വിട്ടത്. അതുകൊണ്ട് ഒരുവിധം ആൾക്കാർക്ക് എന്നെ അറിയാം. വണ്ടി കച്ചവടം അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ട് നടന്നിച്ചതാണ്. അവർ പിന്നെ ഈ കൊച്ചിയിൽ ജനിച്ചാണല്ലോ ഞാൻ. കൊച്ചിക്കാരനും കൂടി ആയതുകൊണ്ട് ഒരുവിധം ആൾക്കാർക്ക് എന്നെ അറിയാം. ഡാൻസ് ഇപ്പോ തിയേറ്ററിൽ നിർത്തിയല്ലോ. നാളെ നമ്മള് നിമിഷാഭിഷേകമായിട്ട് ഡാൻസ് ചെയ്തിരുന്നു. അങ്ങനെ ആർട്ടിസ്റ്റുകൾ കിട്ടുമ്പോൾ മാത്രമേ ഡാൻസ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ദീപാഞ്ജലി എന്ന് പറഞ്ഞ ചേച്ചി ഡാൻസ് കളിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡാൻസ് നമ്മൾ മീഡിയ അറ്റൻഷനിൽ നമ്മൾ ചെയ്യും. തിയേറ്ററിൽ കോമ്പൗണ്ടല്ല, അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ പ്ലേസിൽ ഡാൻസ് ചെയ്യാൻ നമ്മളെ പിള്ളേരുടെ കൂട്ടുകാരിയാണല്ലേ വരും എന്ന് പറഞ്ഞു. തിയേറ്ററിൽ റിവ്യൂ പോലും ഇപ്പോൾ എടുക്കുന്നില്ലല്ലോ. ഇപ്പം അക്രഡേഷൻ വന്നിരിക്കുന്നല്ലേ. ഫെബ്രുവരിയിലാണ് അക്രഡേഷൻ വരുമെന്ന് പറഞ്ഞത്. ഫെബ്രുവരിയിൽ മനസ്സിലാക്കണം. ഫെബ്രുവരിയിൽ അക്രഡേഷൻ വരുമെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ മാത്രം റിവ്യൂ പറയിപ്പിക്കാം. മനസ്സിലായ? ഇപ്പം പുതിയ ആൾക്കാരെ വെച്ച് പോസിറ്റീവ് റിവ്യൂ പറയിപ്പിക്കുക ആണിപ്പോൾ തിയേറ്ററിൽ നടക്കുന്നത്. നമ്മൾ പറയുന്ന പോസിറ്റീവ് റിവ്യൂ, പക്ഷേ നമ്മുടെ ഒരു നെഗറ്റീവ് ഇതുണ്ട് ആൾക്കാർക്കിടയിലുള്ള കമന്റ് ബോക്സ്. നെഗറ്റീവ് കമന്റ്സേ വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ ചില സിനിമാക്കാർക്ക് അത് നല്ലതായിരുന്നു. പക്ഷേ ഈ അടുത്ത് 2 സിനിമകൾ ഇറങ്ങിയപ്പോൾ അത് വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല. പറയും ബാക്കി, നീ പറയും.
ശ്രദ്ധിക്കപ്പെടാതെ പോയില്ലേ പടങ്ങള്? അർജുന്റെ പടം അത് ഞാനും ഇവനും കൂടി ചെയ്തൊരു വേഷം വരുന്നത്. മറ്റേതാ നീ തല്ലുപിടിക്കണല്ലേ ശ്രേഷ്ഠവാദിക്ക് കിടന്ന്. അതല്ല ഇപ്പൊ ഒരു പടം ഇറങ്ങിയില്ലേ അർജുൻ, ബിഗ് ബോസ് താരത്തിന്റെ അവിടെ ഇറങ്ങിയില്ലേ? അതിനെപ്പറ്റി പറ. ഈ റിവ്യൂ പറയാൻ ചെന്നപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഭീഷണിയാ. കാരണം എന്താന്ന് വെച്ചാൽ റിവ്യൂ പറയാൻ നിൽക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഈ 2 ആഴ്ചയായിട്ട് പടം ഇറങ്ങിയിട്ട് റിവ്യൂ ഒന്നും പറഞ്ഞില്ല, വലിയ പ്രൊമോഷനും നടന്നില്ല സിനിമകൾ. എന്തുകൊണ്ടാണ്? അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും ഇപ്പൊ പൊട്ടത്തരായാലും അതെ, ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ അത് കാണിക്കുന്നുണ്ട്, 10 പേരിൽ എത്തുന്നുണ്ട് ആ പൊട്ടത്തരം കാരണം. പക്ഷെ ആ പൊട്ടത്തരം ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നില്ല. ആ സിനിമക്കാരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്. കഴിഞ്ഞ വർഷം വരെ തല്ലു എന്നൊക്കെ പറഞ്ഞു. ഭാഗ്യത്തിന് ഞാനുണ്ടായില്ല, ദൈവം സഹായിച്ച്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല മറുപടി കൊടുത്താനെ. കയ്യാങ്കളി തന്നെ നിന്നാനെ. പക്ഷെ ആ സമയത്ത് ഞാൻ പടം കണ്ട് ഇറങ്ങി പോകാൻ പണി. ഇപ്പൊ പടം കാണുക, മിണ്ടാണ്ട് പോരുക. അതുകൊണ്ട് ഇപ്പൊ 2-3 ആഴ്ചയിൽ ഇറങ്ങിയ പടങ്ങള് റീൽസ് മാത്രം എടുക്കണ്ടല്ലോ, ചെറിയ റീൽസ് എടുക്കല്ല. പടത്തിനെ പറ്റി ഞങ്ങൾ ഇനി ഒന്നും പറയണില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളെ ആവശ്യമില്ലാത്തവരെന്തിനാണ് നമ്മളെന്തിനാ? ഞങ്ങൾക്ക് ആരും 10 രൂപ കാശ് തന്നൊന്നുമില്ല ഇവരെ പടത്തിൽ നിന്ന് ബൂസ്റ്റ് ചെയ്ത്. കാരണം നമ്മളിനി അഥവാ റിവ്യൂ പറയണമെങ്കിൽ നമുക്കൊരു 5000 രൂപ 1000 ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഇനി റിവ്യൂ പറയുള്ളൂ. അഥവാ കാരണം അക്രഡീഷനൊക്കെ ഉള്ളതുകൊണ്ട് റിവ്യൂ പറയാൻ പാടില്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് തന്നാലേ ചെയ്യുള്ളൂ. ഇനി ഇങ്ങോട്ട് പൈസ വരട്ടെ, പൈസ ഇങ്ങോട്ട് വരട്ടെ, പൈസ ക്യാഷ് 5000 മുതൽ 50,000 രൂപ തരട്ടെ ഫീസ്. അല്ലെങ്കിൽ നമ്മള് ഒരു പട്ടിക വിലയല്ലേ? കാരണം റിവ്യൂ പറഞ്ഞിട്ട് പോലും ആൾക്കാർ എല്ലാം തന്നെ. ഇപ്പൊ ഞങ്ങളിപ്പോ പറയാനായിട്ട് ഇപ്പൊ 2-3 പടങ്ങൾ ഞങ്ങൾ റിവ്യൂ പറഞ്ഞില്ല. കാരണം ഞങ്ങളെ റീച്ച് കിട്ടിയില്ല. ഭീഷണിപ്പെടുത്തണേ പറയാൻ നിൽക്കരുത്, അങ്ങനെ ഇങ്ങനെ. അതായത് നല്ല പടം ചീത്ത പടം ചീത്തയെന്ന് പറയുന്നില്ല. അപ്പൊ ഞങ്ങളായിട്ട് പറയുന്നില്ല. ഞങ്ങളിനി പറഞ്ഞിട്ട് ഇനി ഒരു പടം പൊളിയണ്ടല്ല. കാരണം നമ്മളും സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പൊ സിനിമയുടെ കുറ്റൊന്നും പറയാനില്ല. പക്ഷെ പറയാത്തതുകൊണ്ട് ഇപ്പൊ 2-3 പടങ്ങള് നല്ല പടങ്ങള് വലിയ റീച്ചൊന്നുമില്ല. അതന്നെ ഇപ്പൊ പറയാനുള്ളത്. കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടാണെങ്കിൽ പേപ്പറിൽ പബ്ലിസിറ്റി ഉണ്ടാവും. ചേട്ടൻ കേൾക്കണ്ട, പേപ്പറിൽ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും പേപ്പറിൽ സിനിമയുടെ അഡ്വർടൈസ്മെന്റ് വരും. ഇപ്പൊ അതില്ല. എന്തുകൊണ്ടാ? കാലം മാറിയോണ്ടല്ല. റിവ്യൂ എന്ന് പറഞ്ഞ സംഭവം സന്തോഷ് വർക്കിയും അല്ലെങ്കിൽ ബോസ്പരുടെ റിവ്യൂ കാണുന്ന ഒരു പ്രേക്ഷകര് അത് കാണുന്ന ഒരുപാട് ലക്ഷം പേര് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ പരസ്യം വേണ്ട. റീൽസ് കൊണ്ട് ഒരു റീല് കൊണ്ട് തന്നെ ആ സിനിമയുടെ പേര് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് ഈ പേപ്പർ പരസ്യം ചില സമയത്തുണ്ട്, ചില വലിയ സിനിമകൾക്ക് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു 5-6 സിനിമയുടെ പോസ്റ്റ് ഒരുമിച്ച് വരുന്നൊരു കാലം ഇപ്പം ഇല്ല പത്രത്തിൽ. ഇപ്പം ടി വിയിൽ വരുന്ന ഓരോ സിനിമകളുണ്ടല്ലോ, ഡെയിലി വരുന്ന ഇന്നത്തെ സിനിമയെന്ന് പറഞ്ഞാൽ അത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ സിനിമ പരസ്യം കുറഞ്ഞിരിക്കുന്നു. ഇപ്പം റിവ്യൂ എന്തായാലും നിർത്തുന്നതുകൊണ്ട് അവർക്ക് നഷ്ടം വരുള്ളൂ. കാരണം റിവ്യൂ എന്ന് പറഞ്ഞാൽ സന്തോഷ് വർക്ക് എന്നെ പറയിപ്പിക്കാവുന്ന രീതി വരുമ്പോൾ അത് കൂടുതലും നമുക്ക് ഇപ്പം ഇത് തുടരണമെന്ന് വലിയ താല്പര്യമില്ല. പക്ഷേ എങ്കിലും ഇത് ഹൈപ്പ് കൂടുതലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ, പുതിയ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എത്രത്തോളം സിനിമയെ നല്ലതാക്കോ മോശമാക്കോ എന്ന് എനിക്കറിയാം. പുതിയ ആൾക്കാരെ വെച്ച് റിവ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അതൊന്നും കേൾക്കണമില്ല. സിനിമക്കാര് തന്നെ പുതിയ ആൾക്കാരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് റിവ്യൂ പറയിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും വലിയ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പുതിയ സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. കാര്യം ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് ഞങ്ങൾ ഈ മീഡിയസിനോടൊക്കെ പറഞ്ഞ് അതായത് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് പുതിയ സിനിമകൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യണം. അപ്പൊ ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന സിനിമകൾ ഞങ്ങൾ റിവ്യൂ പറയുമ്പോൾ ഈ വേറെ ആൾക്കാർക്ക് അത് ചെറിയതായിട്ട് പൊളിയുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യിപ്പിക്കണേ. കാര്യം ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോൾ അതിലും വന്ന സിനിമാക്കാരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരെയും വെച്ച് അവരുടെ ഡയറക്ടർമാരായാലും സ്ക്രിപ്റ്റ് റൈറ്റർമാരായാലും എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് മീഡിയാസിനോട്. ഇതിപ്പോൾ ഇന്നിറങ്ങിയ പടമാണ്, ഇന്ന പടത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മുടെ കൂടെ നിന്ന്. ഈ പഴയ ആൾക്കാർക്കാണ് ഇത്ര പ്രശ്നം. കാര്യം അവരൊക്കെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇത്ര മുടക്കിയാൽ കിട്ടുമെന്ന്. പുതിയ ആൾക്കാരെ വെച്ചിട്ട് പുതിയ സംവിധായകരും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പടം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ തിയേറ്ററിൻ്റെ വാദിക്കുന്ന മീഡിയാസിനോട് പറയും, അവരെ ഇപ്പോൾ പല മീഡിയ ഇത് കണ്ടാലറിയാം, പല പുതിയ നായകന്മാരെയും ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഇന്ന പടത്തിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട്, നല്ല റിവ്യൂസാണ്. ഇപ്പൊ ഇവനെ വെച്ച് തന്നെ പുതിയ ഇപ്പൊ നായികമാരായാലും എന്തായാലും അവരുടെ കൂടെ ഒന്ന് വീഡിയോസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർക്കും അത്യാവശ്യം ഇത് കിട്ടുകയാണ്. അല്ലാണ്ട് ഈ പടം ഇറങ്ങി ആ പടം കഴിഞ്ഞ് അവർ പോയി, അവർക്കും ആർക്കും ഓർമ്മയില്ല. പക്ഷെ നമ്മളുടെ റിവ്യൂയിലൂടെ അവരെ പരിചയപ്പെടുത്തുകയാണ്, കൂടെ നിർത്തുകയാണ് ഞങ്ങൾ. അല്ലേ? ശരിയല്ലേ?
കൂടെ നിർത്തണേണ് പുതിയ സിനിമക്കാർ വരുമ്പോ. മഞ്ജു വാര്യരാണെങ്കിലും കാവ്യ മാധവനാണെങ്കിലും അവര് നമ്മളിവിടെ വന്ന് ഇപ്പൊ റിവ്യൂല് വന്ന് പങ്കെടുക്കില്ല സാർ. അവരിപ്പോ പടത്തിൽ അഭിനയിക്കുന്നില്ല. പക്ഷെ ഒരു എക്സാമ്പിൾ പറയുന്നത് ആവശ്യമില്ല. അവരെ പോലത്തെ ലെജൻസിന് നമ്മളെ ഒരിക്കലും ആവശ്യമില്ല. പക്ഷെ യുവതാരങ്ങൾക്ക് നമ്മളെ ആവശ്യമാണ്. യുവതാരങ്ങൾ പേര് പറയുന്നില്ല, യുവതാരങ്ങളുടെ സിനിമയ്ക്ക് നമ്മളെ വിളിച്ച് റിവ്യൂ പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇനി അക്രഡേഷനൊക്കെ ഉള്ളപ്പോൾ ഇനി എങ്ങനെയാവുമെന്ന് അറിയില്ലെങ്കിലും നമ്മൾ ഓരോരോ പ്രോഗ്രാംസിലൂടെ പൈസ കിട്ടുന്നതുകൊണ്ട് റിവ്യൂ പറയുമ്പോൾ 10 പൈസ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇനി അഥവാ പറയണമെങ്കിൽ 5000 മുതൽ 50,000 ഇതിൽ പൈസ തന്നാൽ മാത്രമേ റിവ്യൂ പറയുള്ളൂ, അല്ലെങ്കിൽ വേണ്ട റിവ്യൂ. ഞങ്ങളായിട്ട് പറഞ്ഞ ഒരു പടം പൊളിക്കണില്ല. അഥവാ നമ്മളോട് അപേക്ഷിച്ചാൽ മാത്രമേ ഇനി റിവ്യൂ ഉള്ളൂ. അതെ, ഡയറക്ടറും പ്രൊഡ്യൂസറും നമ്മുടെ കാല് പിടിക്കണം. അല്ലെങ്കിൽ കാല് പിടിക്കണ്ട, നമ്മളെ ഫോൺ ചെയ്ത് ഇന്നത്തെ ദിവസം റിവ്യൂ പറയാൻ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ വനിതാ വിനോദയിൽ വന്ന് റിവ്യൂ പറയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലുലു മാളിൽ പോയി കാണാം, പത്മയിൽ കാണാം. അവിടെയൊന്നും ഒരു തിയേറ്റർ ഓണറും നമ്മളെ പുറത്താക്കില്ല. വനിതയിൽ ഇടക്കിടക്ക് പുറത്താക്കില്ല. റിവ്യൂ പറയാത്തവർ ഇടക്കിറങ്ങിയ പടങ്ങൾ വലുതായിട്ടൊന്നും ഓടിയിട്ടൊന്നും ഇല്ല. ഞങ്ങളവിടെ ഇപ്പൊ മീഡിയക്കാർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങളോടൊന്ന് പറയുന്നതെന്ന് വെച്ചാൽ വലിയ പ്രൊമോഷൻ പോണില്ല. പ്രൊമോഷൻ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിലും റിവ്യൂ പറയുമ്പോ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവർക്ക് ഈ സിനിമാക്കാർക്ക് ഈ ഓൺലൈൻ തിയേറ്റർ റിവ്യൂവിനെ തടയാൻ പറ്റും. പക്ഷേ ഈ അശ്വിൻ ഗോക്ക്, ഉണ്ണി വ്ലോഗ്, ചെകുത്താൻ, സീക്രട്ട് ഏജന്റ്, ഈ 4 പ്രഗത്ഭരായിട്ടുള്ള ബിസിനസ്സുകാരെ ഒന്ന് തൊടാൻ പറ്റുമോ? മനസ്സിലായ? അവര് ഒരുപാട് റിവ്യൂ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരാണ്. അശ്വിൻ ഗോക്കാണെങ്കിലും ഉണ്ണി വ്ലോഗ് ആണെങ്കിലും സീക്രട്ട് ഏജന്റ് ആണെങ്കിലും തൊപ്പിയാണെങ്കിലും ഇവരെയൊക്കെ ഒന്നും ആർക്കും ഒന്നും തൊടാൻ പറ്റില്ല. നമ്മളെ മാത്രമേ ഒതുക്കാൻ പറ്റുള്ളൂ. പണമില്ലാത്തവരെ പിണവാക്കാന്ന് പറയാം. പക്ഷേ പണമുള്ളവന്റെ ഒന്ന് തൊടാൻ ഒന്ന് ചെറുതായിട്ട് അനക്കാം. പക്ഷേ അതിനെ വലിയ രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ സിനിമാക്കാർക്ക് പറ്റുന്നില്ല. കാരണം അശ്വിൻ ഗോക്കിന്റെ റിവ്യൂ ഒക്കെ എത്ര രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പോഴും റിവ്യൂ ഉണ്ട്. മനസ്സിലായോ? അവര് ഒരു സിനിമനെ പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് നിർത്തലാക്കാൻ സിനിമാക്കാർ ഈ അക്രഡേഷനും കൊണ്ട് ഈ ഓൺലൈൻ റിവ്യൂ എന്ന് പറഞ്ഞ സംഭവം അവരെ റിപ്പോർട്ട് അടിച്ച് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചാൽ തൊട്ട് നന്നായിരിക്കും. ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ഫേസ്ബുക്ക് എനിക്ക് തിരിച്ചു കിട്ടി. നിതീഷ് എന്ന് പറഞ്ഞ പയ്യനെ ഹാക്ക് ചെയ്ത്. ഫേസ്ബുക്ക് തിരിച്ചു കിട്ടി. ഇൻസ്റ്റാഗ്രാം കണ്ടീഷൻ ആയില്ല. ഇൻസ്റ്റാ പുതിയ എടുക്കേണ്ടി വരും. പുതിയ ഫോം അടിച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള. ഷോർട്ട് ഫിലിംസ് ഇപ്പൊ 2 പെട്ടിയിലാണ്. അതെന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ. അത്യാവശ്യം ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുണ്ട്. കാരണം യുദ്ധം തന്നെ വർക്കും മറ്റേ പിന്നെ നമ്മുടെ ബ്രില്യൻ്റ് അവൻ്റെ ലോട്ടറി ടിക്കറ്റ് എന്ന വർക്ക് ഇറങ്ങാനുണ്ട്. അത് മാസം ഏപ്രിലായിട്ട് ഇറങ്ങുമെന്നാ പറയുന്നത്. കാരണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വർക്കുകൾ ഇറങ്ങുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ വ്യവസായം എന്ന് പറഞ്ഞാൽ അത് പണത്തിന്റെ ഒരു വ്യവസായം. പണം ഉണ്ടെങ്കിൽ ആർക്കും സിനിമ എടുക്കാം. അതുപോലെ അല്ല ഇപ്പൊ നമുക്കിപ്പോ ഈ പുള്ളിക്ക് അഭിനയിക്കാൻ ഭയങ്കരമായിട്ട് അഭിനയം ഭ്രാന്തൊക്കെ ഉണ്ടല്ലോ. ഞാൻ പഠിച്ചിറങ്ങിയതാ, അല്ലാണ്ട് പോഴം കളിച്ചല്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും 1 മണിക്കൂറിന്റെ 1.5 മണിക്കൂറിന്റെ ഒക്കെ സിനിമയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യാല്ലേ? പൈസ നോക്കൂലല്ലോ. അന്നൊന്നും പൈസ നോക്കിയിട്ടില്ല. കാരണം ഇനിയും ഒരുപാട് സിനിമകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സിനിമയിൽ ഇറങ്ങിയിട്ട് എനിക്ക് നഷ്ടം മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു പുതിയ വണ്ടി എടുത്ത് അത് സിനിമ ഭ്രാന്ത് കൊണ്ട് ഞാൻ ആ ഓട്ടോറിക്ഷയിൽ CC അടക്കാൻ പറ്റാണ്ട് ആ ഓട്ടോറിക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു. കാര്യം എൻ്റെ ഓട്ടോറിക്ഷ കൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സിനിമ ഭ്രാന്തും കൊണ്ട് നടന്നുകൊണ്ട് മാസം തവണ തെറ്റി അത് CCക്കാർ കൊണ്ടുപോയി. ഈ സിനിമ ഫീൽഡിൽ തന്നെ നിന്ന് എനിക്കത് പുതിയ ഓട്ടോറിക്ഷ മേടിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ടില്ല. ഇപ്പോഴും വീട്ടിൽ നിന്ന് ആ ഓട്ടോറിക്ഷ പോയുടെ വീട്ടിൽ നിന്ന് ഉടക്കി മാറി ഞാൻ ഇപ്പോഴും മുറിയെടുത്ത് താമസിക്കുക. കാര്യം പുത്തൻ വണ്ടി എൻ്റെ അമ്മ എടുത്ത് തന്നതാണ്. അത് പോയി സിനിമ ഭ്രാന്തോടെ. പക്ഷെ എല്ലാ സിനിമയിലും ഉണ്ട്, പക്ഷെ പൈസ കിട്ടുന്നില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും പോകുന്നുണ്ടോ, പക്ഷെ പൈസ കിട്ടുന്നില്ല. മനസ്സിലായി? അതായത് ഒരു പടത്തിന് 1000 രൂപ ഉണ്ടെങ്കിൽ 1500 ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനുണ്ട്. നമുക്ക് 500 രൂപ തരുള്ളൂ. ബാക്കി കാശ് ഇതിന്റെ കോർഡിനേറ്റർമാരും മറ്റേ ഇതിന്റെ ഇടനിലക്കാരും ഒരുപാട് പേര് അവരൊക്കെ പിടിച്ച് പറിച്ചെടുത്ത് ചെറിയ പെണ്ണുങ്ങൾക്ക് 1000 രൂപ കൊടുക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഞങ്ങൾക്കൊക്കെ 550 രൂപ തെളിവുണ്ട്. ഗൂഗിൾ പേ വഴിയാണ് പൈസ തന്നെ. 550 രൂപ കൂടുതൽ ഞങ്ങൾക്ക് തരും. രാത്രി 9:30 വരെ. രാവിലെ 550 രൂപ കൂടുതൽ ഒരു രൂപ തരില്ല. പലരും
എൻ്റെ ഓട്ടോറിക്ഷയുള്ള സമയത്ത് ഞാൻ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് പലർക്കും അറിയാം, എൻ്റെ ഓട്ടോറിക്ഷയുള്ള സമയത്ത് ഞാൻ വൈറ്റിലെ ഹബ്ബ് വരെ കൊണ്ടാക്കും. കാര്യം എന്താ വെച്ചാൽ അവർക്ക് ആകെ 550 രൂപ കിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാൻ പൈസ പോലും അവരിൽ നിന്ന് മേടിക്കില്ല. അതുകൊണ്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നെ ഭയങ്കര കാര്യമാണ്. കാര്യം ഈ എറണാകുളത്ത് വൈറ്റില ഹബ്ബില സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ വിളിക്കണം. കാരണം ഞാനത് അവരിൽ നിന്നൊന്നും മേടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആകെ കിട്ടുന്ന 550 രൂപയാണ്. ആ ഈ 550 രൂപയിൽ നിന്ന് ഞാൻ ഒന്നും കൂടി വണ്ടിക്കാശ് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാനതുകൊണ്ട് എനിക്കും അതിനകത്ത് അഭിനയിക്കാൻ ചാൻസ് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എനിക്കൊരു വേഷം ഉണ്ടാവും. അപ്പോൾ എനിക്കും 550 രൂപ കിട്ടും. ഞാൻ അതിൽ എനിക്കൊരു 200 രൂപ 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാലൻസ് 250 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഞങ്ങളുടെ പൈസ മര്യാദക്ക് 1000 രൂപ വെച്ച് തന്നാൽ മതി. 500 രൂപ വണ്ടിക്കാശ് പോയാലും 500 രൂപ ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കാം. ഇപ്പം എനിക്ക് ഞാൻ കല്യാണം കഴിച്ചില്ല, ഈ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് ജീവിക്കുന്നവരുണ്ടായി. ഞാൻ ഇപ്പോഴും പറയണത് 1000 രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്ന പറയണം. അവരുടെ കാശ് നക്കി തിന്നല്ലേ എന്നാണ് മറ്റേ കോർഡിനേറ്റർമാരോട് പറയാറുള്ളത്. കോർഡിനേറ്റർമാരുടെ അതിൻ്റെ മേലുള്ള ആൾക്കാരുണ്ട്, ആ കാശ് പിടിച്ച് പറിച്ചാണ് മേടിക്കുന്നത്. ഒരിക്കലും ഗുണം പിടിക്കൂല. രാത്രി 9:30 മണി കഴിയാണ്ട് അവർ വിടൂല, അറിയോ? അത്ര കഷ്ടപ്പെട്ട കാശാണ്. 1000 രൂപ താന്നിങ്ങ. അതാണ് എനിക്ക് പറയാനുള്ളത്. 500 രൂപ വെച്ചാൽ തന്നത് 550. എന്തിനീ തെണ്ടിത്തരം കാണിക്കണമെന്ന് ആലോചിക്കണം. 6-7 മണിക്കുള്ളിൽ ചെയ്ത് ആ സമയത്ത് ചെത്തില്ലെങ്കിൽ അവർ ലൊക്കേഷനിൽ പറഞ്ഞു വിടണേ. അപ്പൊ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ പൈസ 1000 രൂപ വെച്ച് തന്നാൽ മതി, ബാക്കി പൈസ നിങ്ങൾ എടുത്തു. അതായത് വൻകിട താരങ്ങൾക്ക് കോടികൾ മേടിക്കുന്നുണ്ട്. ഒരുപാട് പേര് കോടികൾ. അതിന്റെ താഴത്ത് അഭിനയിക്കുന്നവർക്ക് പൈസ കൊടുക്കുന്നില്ല മര്യാദക്ക്. അത് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴാണ് ഇട്ട് തന്നത്. അത് ഒരുപാട് തവണ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാ കോർഡിനേറ്റർമാർ വർക്കിന് വിളിക്കുകയില്ല. ഇങ്ങനത്തെ തന്തയില്ലായ്മ തരം എന്ന് തന്നെ പറയാം ഈ കോർഡിനേറ്റർമാർ കാണിക്കുന്നത്. അവരോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വർക്കിന് വിളിക്കില്ല. അത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വിളിക്കണം. ചേട്ടാ 1 മാസം മുമ്പ് ചെയ്ത വർക്കിന്റെ പൈസ കിട്ടുമ്പോ തരാം നമ്മൾ ആട്ടി ഓടിക്കുകയാണ്. ഞങ്ങളുടെ പണിക്കാശ്, അതായത് ഞങ്ങൾ രാവിലെ 6:30 മുതൽ 9:00 വരെ നിൽക്കണ പൈസ, അതിന് 1000 രൂപ എന്ന് പറഞ്ഞാൽ 500 രൂപ ഞങ്ങൾക്ക് വണ്ടിക്കാശും കഴിഞ്ഞിട്ട് ബാക്കി 500 രൂപ ഞങ്ങളുടെ കുടുംബത്തേക്ക് കൊടുക്കാനാണ്, വേറെ ഒന്നിനുമല്ല. ഈ കാശ് തട്ടിപ്പറിച്ച് മേടിക്കുന്ന തന്തയില്ലാത്ത കോർഡിനേറ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഗുണം പിടിക്കൂല. പണ്ടല്ലേ 2020 സിനിമകളിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണ്ടായല്ലോ. അപ്പൊ അതിലൊക്കെ നമുക്ക് പേയ്മെന്റ് ഒക്കെ ഉണ്ട് കറക്റ്റായിട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ കോർഡിനേറ്റർമാർ മുഖേന ഇപ്പൊ പോകാറില്ലല്ലോ. കാരണം മറ്റേ അവസാനം ബസൂക്കയിൽ പോയപ്പോ പിന്നെ കുറെ പേര് സെൽഫി എടുക്കാൻ വന്നപ്പോ മമ്മൂക്കയുടെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തപ്പോ ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. സന്തോഷവർക്ക് അഭിനയിക്കാൻ പോയതാ. പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ നാളെ വരെ എന്നെ വർക്കിന് വിളിക്കണ്ട. എനിക്ക് അന്തസ്സായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കറിയാം. ഇനി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വിളിക്കണ്ട. പക്ഷെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനും പോകില്ല. കാര്യം അവർക്ക് നാളെ വർക്ക് ഉണ്ടാവില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞാണ് എന്നെ ഇനിയിപ്പോ ഈ കോർഡിനേറ്റർമാര് കഷ്ടപ്പെട്ട് വന്നത് എന്തിനാ പൈസ തട്ടിപ്പറിച്ച് മേടിക്കണം. 1000 വെച്ച് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. പല ജില്ലകളിൽ നിന്നാണ് വന്നത്. അതും കൂടിയാ സങ്കടം. രാത്രി അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നേണ്. പല ജില്ലകളിൽ നിന്ന് വന്നത്. കരഞ്ഞോണ്ടാ പോണ. പക്ഷെ എന്നെ കൊണ്ട് പറ്റാന്ന് പറയാം. എൻ്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ കൊണ്ടുപോയി വൈറ്റ് ലാപ്പില സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ കൊണ്ടാക്കും. അവർക്ക് ആകെ കിട്ടുന്ന മിച്ചം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ ഞാനത് ചെയ്തുകൊണ്ട് എന്താ എൻ്റെ ഓട്ടോറിക്ഷ പോയി, CC-ക്കാർ കൊണ്ടുപോയി. പല കോർഡിനേറ്റർമാർ ഇപ്പോഴും പൈസ തരാണ്ട്. ഞാൻ പേരൊന്നും ഞാൻ പറയണില്ല. പക്ഷേ രേഖായുദ്ധത്തിന് പുണ്യാളത്തിൽ നിന്ന് കിട്ടിയ പൈസ 1 മാസം കഴിഞ്ഞിട്ട് കിട്ടിയത് 550 രൂപ വന്നു. രേഖാചിത്രത്തിന് 550 രൂപ, പുണ്യാളല്ലി 500 രൂപ. മാർച്ച് ഏപ്രിലിൽ വാങ്ങാനാ പ്ലാനുള്ളത്. നമ്മള് ഈ കുറഞ്ഞ കാറുണ്ടല്ലോ, 1.5-2 ലക്ഷം രൂപ സെക്കൻഡ് ഹാൻഡ്. അതുകൊണ്ട് പതുക്കെ കയറാൻ അത് അത്രയും വലിയ കാറിൽ താല്പര്യമില്ല. ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് പിന്നെ ഇത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകാരന്മാർ ഒരു സാധനം പറയാം. ഈ ഡയറക്ടർമാരെ ഈ കോർഡിനേറ്റർമാരെ വെക്കുന്ന മുമ്പ് തന്നെ ഈ പ്രൊഡ്യൂസർമാർ ഈ ഒരു ശരാശരിയായിട്ടുള്ള ആൾക്കാരെ ലിസ്റ്റ് എടുത്തിട്ട് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പം ചെറിയ സിനിമകളൊക്കെ അങ്ങനെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഒന്നെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ന്യായമായൊരു എമൗണ്ട് കയ്യിലേക്ക് കൊടുക്കും. ഇത് ഈ കോർഡിനേറ്റർമാർ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ മലയാളം ഇൻഡസ്ട്രിക്ക് ഇനിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. കാരണം നിങ്ങൾ ഒരു കൺട്രോളറെ വെച്ചിട്ട് കറക്റ്റായിട്ടൊരു ഒരാൾക്ക് ഇത്ര രൂപ, ഇല്ലെങ്കിൽ ഒരു ശരാശരി 6:30 തുടങ്ങി 9 എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറല്ലേ? കറണ്ട് കൊടുക്കാനുള്ളൊരു രീതിയുണ്ട്.
കാരണം ഒരു ദിവസം ഇവർക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു തൊഴിലാണ്, തൊഴിലുറപ്പെന്ന് തന്നെ പറയാം. ഇപ്പോൾ കുടുംബശ്രീക്കാർക്കുടെ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ ഈ ശരിക്കും പണി ഉണ്ടാവുമല്ലേ, പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന പലരും പണിയില്ലാത്ത ആൾക്കാരല്ലല്ലോ. അപ്പോൾ പണിയുള്ള ആൾക്കാർ സ്വന്തം പണി കളഞ്ഞ് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ മോഹമുണ്ടല്ലോ നോക്കല്ലോ പന്നത്. ചിലര് ഇപ്പൊ മറ്റേ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇതൊരു തൊഴിലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? ആ ജീവിതമാർഗമാക്കി വന്ന ഒരുപാട് യുവാക്കളുണ്ട്. അപ്പൊ അവർക്ക് ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വലിയ നഷ്ടം വരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരുപാട് അനുഭവിച്ചതാ. ഇനിയുള്ള ആൾക്കാർ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി പറയണ കേട്ടാ, 1000 രൂപ ഇല്ലാണ്ട് നിങ്ങൾ പോകല്ലെന്ന് പറഞ്ഞ കാര്യം. നമ്മളെ ഒരു തലക്ക് 1500 ഇവര് മേടിക്കുന്നുണ്ട്. നമുക്ക് 1000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ കേൾക്കാൻ വേണ്ടി പറയാം, 1000 രൂപ ഇല്ലാണ്ട് ഒരാളും പോകരുത്. അപ്പൊ ഈ തെണ്ടികൾ നമ്മുടെ കാല് പിടിച്ച് വന്നോളൂ. ഈ നമ്മുടെ പണിക്കാർക്ക് ഈ 550 രൂപ 500 രൂപ എന്തിനു? കാരണം മാമാങ്കത്തെ ലൊക്കേഷനിൽ ഞാൻ കണ്ടു, മാമാങ്കത്തെ ലൊക്കേഷനിൽ തമിളന്മാരെ 1000 3000 ഒക്കെ വെച്ച് വില പറഞ്ഞ് മേടിച്ചിന് പോയി അഭിനയിപ്പിച്ച് ഏതോ രീതി കണ്ടതാ ഞാൻ. മലയാളികൾക്ക് കാശില്ല, തമിളന്മാരെ അഭിനയിപ്പിക്കുമ്പോൾ അവർക്ക് 3000 രൂപ 2000 രൂപ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ മാറണമെന്നൊരു ചിന്തയുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. പണ്ട് നമുക്കൊരു വോയിസ് ഉണ്ടായിരുന്നില്ല പറയാനായിട്ട്. ഇപ്പോൾ മീഡിയ അറ്റൻഷൻ ഉള്ളതുകൊണ്ട് പറയാമല്ലോ. നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാനും പോകണില്ലല്ലോ. ഞാൻ നിനക്കിപ്പോൾ അഭിനയിക്കാൻ പോകുന്നുണ്ട് എന്താ പോകുന്നുണ്ട്. കാര്യം എനിക്കിത് വിടാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ പൈസ മുടക്കി നിൽക്കണ ഒരാളാണ്. എൻ്റെ ഒരു ഓട്ടോറിക്ഷ പോയി ഈ ഫീൽഡിൽ നിന്നിട്ട്, അതെങ്കിലും എനിക്ക് തിരിച്ച് പിടിച്ചിട്ട് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് ബാക്കി കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തയ്യൽ മിഷൻ ഫുൾ ഹൈപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ആ പടം ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അതിനെ കുറിച്ച് നല്ലൊരു വേഷമാണ് കിട്ടിയത്. അത്യാവശ്യം ഡയലോഗുള്ള ഒരു വേഷമാണ് കിട്ടിയത്. ഈ വർഷം തന്നെ ഇറങ്ങുന്നല്ലേ പ്ലാൻ? അത് ഈ വർഷം ഇറങ്ങുന്നതാണ്. ഇപ്പൊ തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് നായിക, നായിക CA ആയിട്ട്, ഞാൻ കള്ളനായിട്ട്. ആ പടത്തിൽ പടം ഇറങ്ങാൻ പോകും. ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നമ്മുടെ ഇടപ്പള്ളി സ്റ്റുഡിയോയിൽ ഇറങ്ങും. എൻ്റെ ഡയറക്ടർ ഇപ്പം അടുത്ത പടത്തിൽ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, നോക്കാൻ വിളിക്കുമായിരിക്കും. വിനയ സാർ അടുത്ത പടത്തിൽ ഇവന് റോള് ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോല വെസ്കി എന്ന് പറഞ്ഞ പടം ഓണായി ചെയ്തല്ലോ, 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു കോട്ടയം. നമ്മൾ ഒരുമിച്ച് അവരെ പോയത്. അപ്പോൾ അതൊക്കെ നല്ലൊരു റോളാണ്, കള്ളൊടിയായിട്ടുള്ള റോളാണ്. അപ്പോൾ അതിൽ വീഡിയോ സോങ്ങിലും പിന്നെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് 1-2. അപ്പോൾ അത് പോസ്റ്ററിലേക്ക് വരുമെന്നൊക്കെ പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. വനിതാ മാഗസീനിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. വീക്കിലിയിൽ മനോരമ പത്രത്തിൽ സൺഡേ സപ്ലിമെൻ്ററി ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഫീച്ചർ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വരട്ടെ എന്തായാലും.